ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ പ്രശസ്തമായ രാജകുടുംബമാണ് ഹാബ്സ്ബർഗ്. ഓസ്ട്രിയയിൽ നൂറ്റാണ്ടുകളോളം ഭരണം നടത്തിയിരുന്നവർ ആയിരുന്നു അവർ. ആ രാജകുടുംബത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ആചാരം നിലനിന്നിരുന്നു. ചക്രവർത്തി മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സംസ്കാര ശുശ്രൂഷകൾക്കായി വിയന്നയിലെ പ്രശസ്തമായ ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ മൃതദേഹവുമായി വരുമ്പോൾ ദേവാലയ വാതിലുകൾ അടഞ്ഞു കിടക്കുകയായിരിക്കും. മൃതദേഹവുമായി വന്നവർ ദേവാലയത്തിന്റെ വാതിലിൽ മുട്ടിവിളിക്കും. അപ്പോൾ പുരോഹിതനകത്ത് നിന്ന് ചോദിക്കും, ആരാണ്? അവർ മറുപടി പറയും, ഇത് ഹാബ്സ്ബർഗ് രാജകുടുംബത്തിലെ മഹാനായ ചക്രവർത്തിയാണ്. പക്ഷേ വാതിൽ തുറക്കപ്പെടില്ല. അപ്പോൾ അവർ വീണ്ടും വാതിലിൽ മുട്ടും. പുരോഹിതന്റെ ചോദ്യം വീണ്ടും, ആരാണ്? അവർ അല്പം വ്യത്യസ്തമായി മറുപടി പറയും, ഇത് രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ്. എന്നാലും വാതിൽ തുറക്കപ്പെടുകയില്ല. മൂന്നാമതും അവർ വാതിലിൽ മുട്ടും. പുരോഹിതൻ തന്റെ ചോദ്യം ആവർത്തിക്കും. അപ്പോൾ അവർ മറുപടി പറയും, ഇതൊരു പാപിയായ മനുഷ്യനാണ്. അപ്പോൾ വാതിൽ തുറക്കും. മൃതദേഹവുമായി അകത്ത് കടന്ന് സംസ്കാര ശുശ്രൂഷകൾ പൂർത്തീകരിക്കും. ഇത് വെറുമൊരു ആചാരം മാത്രമല്ല, മറിച്ച് ഏവർക്കും നൽകുന്ന ആത്മീയ പാഠമാണ്. ചക്രവർത്തിയുടെ സിംഹാസനവും രാജകീയ പദവിയുമെല്ലാം മനുഷ്യന്റെ മുമ്പിൽ മാത്രമാണ്. ദൈവത്തിന്റെ മുമ്പിൽ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഭൂമിയിലെ അധികാരങ്ങളോ പദവികളോ ഒന്നും മനുഷ്യനെ രക്ഷയിലേക്ക് എത്തിക്കില്ല എന്ന പാഠം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഈ ആചാരത്തിലൂടെ. മനുഷ്യൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ തന്നെ നഗ്നനായി മടങ്ങിപ്പോകും. തൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തു കൊണ്ടുപോവുകയില്ല എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് കീഴിൽ താഴ്മയോടെ ആയിരിപ്പിനെന്ന് 1 പത്രോസ് 5 പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രവേശനത്തിന്റെ താക്കോൽ സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും തിളക്കമല്ല, പദവികളുടെയും അധികാരങ്ങളുടെയും ഭംഗിയുമല്ല, ലോകത്തിന്റെ കയ്യടി നേടുന്ന സ്ഥാനമാനങ്ങളുമല്ല. ആ വാതിൽ തുറക്കുന്നത് താഴ്മയുടെ ചാവി കൊണ്ടാണ്. അതാണ് ദൈവസന്നിധിയിലേക്ക് കടക്കാനുള്ള ശാശ്വതമായ പാസ്പോർട്ട്. ഭൂമിയിൽ മനുഷ്യൻ എത്ര മഹാനായാലും, എത്ര രാജ്യങ്ങളെ ഭരിച്ചാലും, എത്ര പേരുടെ സ്തുതി കൈവരിച്ചാലും ദൈവത്തിനു മുമ്പിൽ അവനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. സ്വാർത്ഥ മഹിമയുടെ വെറുമൊരു മായാബിംബത്തിലല്ല, ദൈവകൃപയുടെ സ്നേഹകരങ്ങളിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം. അത് തിരിച്ചറിഞ്ഞ് നന്മ നിറഞ്ഞ വിനയപൂർവമായ ജീവിതം നയിക്കുന്നവർക്ക് ആ വാതിൽ തുറക്കപ്പെടും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനസ്സിൻ വ്യഥ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനസ്സിൻ വ്യഥ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ